ഷമീറ ഷമീറ ഇവിടെ എവിടെ പോയി കിടക്കണ്? ഇവിടെ വരട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. എന്തമ്മാ നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നടി? എത്ര നേരമായി ഞാൻ എന്നെ വിളിച്ചു കൂണു? ഞാനിത് അപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നേ. മഴ പെയ്തിട്ട് കണ്ട ചെരുപ്പ് കൂടെ അങ്ങനെ ചളി തെറിച്ച് വൃത്തിയേടായി കിടക്കണ്. അപ്പൊ അതൊക്കെ ഒന്ന് തുടക്കട്ടെ പറഞ്ഞിട്ട് ഒരു തുണി എടുക്കാൻ പോയതാണേ. എന്തെങ്കിലും ചോദിച്ചാ പിന്നെ അവള് തുടങ്ങിക്കോളും. ആ പണി ഈ പണി പറഞ്ഞിട്ട് ഈ വീടിന് മറിച്ചിടുമ്പോഴുള്ള കൂട്ടം കൂടും അവള്. ഞാൻ നിന്റെ കഥാപ്രസംഗം കേൾക്കാൻ വേണ്ടി വിളിച്ചതല്ല. ആ മോട്ടർ ഇട്ട് വെച്ചിട്ട് നീ ഇത് എവിടെ പോയി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നേ? ആ വെള്ളമൊക്കെ അങ്ങനെ നിറഞ്ഞു പോയില്ലേ? ടാങ്കിൽ വെള്ളം നിറഞ്ഞ പിന്നെ കുറച്ചൊക്കെ പുറത്തു പോയില്ലേ? എന്നിട്ട് തന്നെ ഞാൻ ഓടിപ്പോയി നിർത്തുകയും ചെയ്തു. പിന്നെന്താണ്? നിർത്തിയത് കൊണ്ടാണല്ലോ ഒരു ബക്കറ്റ് വെള്ളം അങ്ങനെ നിറഞ്ഞു പോയത്. നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, മോട്ടർ ഇട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ ഇത് അറിയാനൊന്നും കാത്തു നിൽക്കണ്ട, ഒരു ഏകദേശം ആയി കഴിഞ്ഞ് പറഞ്ഞ് നിർത്താന്നുള്ളത്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നിങ്ങളിത് എന്ത് കൂട്ടാ കൂടുന്നുമ്മ? ഞാൻ എന്താ വല്ല മാജിക്കും പഠിച്ചിട്ടുണ്ടോ? ടാങ്കിൽ വെള്ളം നിറയാനായി പറഞ്ഞത് അറിയാന്? നിങ്ങൾ പറയണ കേട്ടാ തോന്നുന്നു ഞാനൊക്കെ മനഃപൂർവ്വം ചെയ്യാണെന്ന്. അവള് നേരം വെളുത്താ തുടങ്ങും വല്ല പന്നിക്ക് വെടി കൊണ്ടുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഓടാന്. എന്നാ നേരെ വേണത്തിൽ എന്തെങ്കിലും ഒരു പണി ചെയ്യോ? അതിട്ട് ചെയ്യൂല്ല. ഇനി ആ മോട്ടറിന്ന് വെള്ളം മറ്റേ നിറഞ്ഞു പോണത് കാണട്ടെ, ദിവസം അങ്ങോട്ട് ഊരി വെക്കും ഞാൻ. കറണ്ട് തന്നെ വേണ്ട ഇവിടെ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. വല്ലാത്തൊരു കഷ്ടം. മോട്ടറിന് ഒരു തുള്ളി വെള്ളം പോണേനാണ് ഇങ്ങനെയൊക്കെ പറയണത്. എന്നിട്ട് തന്നെ ഞാൻ പേടിച്ചിട്ട് ഓടിപ്പോയി നിർത്തുകയും ചെയ്തു. ഓ അങ്ങനെ ഉണ്ടാവും ഒരു പിശുക്ക്. ഓ എന്റെ റബ്ബേ, ഇവിടെ ഒരു സാധനം വെച്ചാ കിട്ടില്ല. എന്നാലും ഞാനിത് ഇവിടെ തന്നെയാണല്ലോ വെച്ചത്. എവിടെ പോയി എന്നാലും? ഷമീറ, എന്തമ്മാ? ഞാൻ ഇവിടെ ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോ നോക്കുമ്പോ കാണാനില്ല. നീ മറ്റേ എടുത്തിട്ടുണ്ടായിരുന്നാ? ആ അത് കേട് വന്നതല്ലേ, ഞാൻ എടുത്തു കളഞ്ഞു. കളയേ? അത്രയും വലിയ പഴോ? അതതിന് തിന്നാനൊന്നും പറ്റില്ല, അളിഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ അളിഞ്ഞിക്കണ്? അതിന് മൂട്ടിൽ ലേശം കേട് വന്നതാ, അതങ്ങോട്ട് ചെത്തിക്കളഞ്ഞാ പോരെ? പക്ഷെ എന്താ ഒരു കഷ്ടം, അത്രയും വലിയ പഴത്തിനെ കൊണ്ടേ കളഞ്ഞോന്ന്. ഞാനത് അപ്പൊ തന്നെ തിന്നാ മതിയായിരുന്നു. എന്നാലും നീ അത് എവിടെ കൊണ്ടേ കളഞ്ഞത്? ഞാനത് തൊടിയേക്ക് വലിച്ചെറിഞ്ഞു. എന്തിനാണ്? പോയി എടുക്കാനാ? ഇനി അതെങ്ങനെ എടുക്കണ്? തൊടി കൊണ്ടേ കളഞ്ഞ സാധനം. അപ്പൊ അത് കളയും മുമ്പ് എന്റെ അടുത്തൊന്ന് ചോദിക്കണ്ടേ? എനിക്കറിയോ അപ്പൊ നിങ്ങൾ കേടുവന്ന സാധനങ്ങളൊക്കെ തിന്നുന്നുള്ളത്. ഇനി എന്റെ അടുത്ത് ചോദിക്കണ്ടേ? എന്തെങ്കിലും കൊണ്ടേ കളയണ് കാണട്ടെ ഞാന്, ബാക്കി എപ്പോഴും ഉള്ളൂ. ചെന്താന്നാലും ചെന്താന്നാലും ഈ തള്ളങ്ങനെ. അല്ലോ ഇങ്ങനെ ഉണ്ടാവും ഒരു പിശുക്ക്. ഇത് കുറെ കാലായി തുടങ്ങിയിട്ടേ. ഇത് ഇങ്ങനെ പിശുക്കുണ്ടാക്കിയിട്ട് എന്തിനാണാവോ? വരച്ചുമ്പോ കൊണ്ടുപോകാനാണാവോ? ഓ എന്റെ കഷ്ടകാലത്ത് ഞാൻ ഇവിടെ തന്നെ വന്ന് കുടുങ്ങുകയും ചെയ്തു. എന്താ ഒരു ചുട്ടുകത്തലാണ്. ഉച്ച നേരത്തെ ലേശം കിടക്കാൻ പറ്റാണ്ടായി. പാത്രം കഴിയുന്ന സൗണ്ടല്ലേ കേൾക്കണത്? അല്ലോ പാത്രം കഴുകി കഴിയുമ്പോഴേക്ക് ആ പെണ്ണ് ആ ടാങ്കത്തെ വെള്ളമൊക്കെ കഴിക്കുവോ? ഈ പെണ്ണ് ഒരു വിധത്തിൽ തന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ പഠിച്ചോനെ. എന്റെ റബ്ബേ, ഞാൻ എന്താ ഈ കാണുന്നത്? അല്ലോ എന്തമ്മ? എന്താ അത്? വെള്ളച്ചാട്ടോ? ആകെ 2 പാത്രം ഉണ്ട് കഴുകാന്, അതിന് ഇത്രയൊക്കെ വെള്ളം വേണം നിനക്ക്? അതിന് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം തന്നെ എടുക്കണുള്ളൂ. ഇതാണ് നിന്റെ ആവശ്യത്തിനുള്ള വെള്ളം? മോട്ടർ ഇട്ടാലും കൂടി ഇത്ര സ്പീഡിൽ വെള്ളം വരില്ലല്ലോ. എന്നിട്ട് അവൾ ആവശ്യത്തിന് എടുക്കണുള്ളൂന്ന്. ഇതിപ്പോ ആ ടാങ്കിലുള്ള മുഴുവൻ വെള്ളം വേണ്ടി വരുമല്ലോ നിനക്ക് ആ 2 പാത്രം കഴുകാന്. ഈ പാത്രത്തിലുള്ള എണ്ണ മുഴുക്കും കറയൊക്കെ പോണ്ടേ, അതിന് ഇത്തിരി വെള്ളമൊക്കെ വേണ്ടി വരും. നീ അധികം പ്രസംഗിക്കാനൊന്നും നിൽക്കണ്ട. ആ തൊടിക്ക് കേൾക്കണുണ്ടല്ലോ വെള്ളത്തിന്റെ സൗണ്ട്. ഞാനും വിചാരിച്ചു എവിടെന്നാ പഠിച്ചോ ഈ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കണെന്ന്. അമ്മാതിരി സൗണ്ട് അല്ലേ വരുന്നത്. വെള്ളമില്ലാണ്ട് ഞാൻ എങ്ങനെ ഇതൊക്കെ കഴുകിയെടുക്കുക? കുറച്ച് വെള്ളം എടുത്ത് കഴുകി വെക്ക്, അങ്ങനെ ചെയ്യേണ്ടത്. അതിന് എങ്ങനെയാണ് അങ്ങനെയുള്ള പഠിപ്പല്ലേ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടുന്നത്? നിങ്ങൾ ഇനി ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് എന്റെ വീട്ടിൽ തന്നെ പറഞ്ഞോളൂ. എപ്പോഴും ഉള്ളതാണല്ലോ അത്. നീ അധികം വർത്താനൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ പറയും പോലെ ചെയ്യ്. നീ ആ ടാപ്പ് തുറക്ക്. അത്രയ്ക്കൊന്നും വേണ്ട, കുറച്ച് കുറക്കി. ഇപ്പോഴോ? കുറച്ചും കൂടെ. ഇത്രേ? കുറച്ചും കൂടെ കുറക്കി. അത് മതി. ആ വെള്ളത്തിൽ കഴുകിയാൽ മതി. ഇതുകൊണ്ടൊക്കെ ഞാൻ എങ്ങനെ കഴുകുക? ആ പാത്രത്തിലുള്ള സോപ്പ് പതയൊന്നും പുകഞ്ഞില്ല. പോണത് പോയാ മതി, സോപ്പ് പത വിഷമൊന്നല്ല. നോക്കി നിൽക്കാണ്ട് വേഗം കഴുകിയെടുക്ക്. ആ വെള്ളമൊക്കെ വെറുതെ പോണ കണ്ടില്ലേ? അങ്ങനെ കഴുകിയാൽ മതി. ഇനി മറ്റേ ഈ വെള്ളത്തിന്റെ ഒച്ച ഞാൻ അങ്ങോട്ട് കേട്ടാ ഈ റുക്കി ആരാന്ന് നീ അറിയും. എന്താ അവള് മലവെള്ളം വരുന്ന പോലെയല്ലേ 2 പാത്രം കഴുകാൻ വെള്ളം എടുക്കുന്നത്? എന്നാ ഈ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ആ പുഴയ്ക്ക് പോയിക്കടി. എന്നാ പിന്നെ എനിക്ക് സുഖമായിട്ട് കഴുകാലോ. കടലത്തെ വെള്ളം മൊത്തം കൊടന്നു കൊടുത്താലേ അവൾക്ക് മതിയാവില്ല. അമ്മാതിരി കഴുകല അവള് കഴുകണത്.
ഉം. എന്നാലും ഇങ്ങനെ ഒരു സാധനത്തിന് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഈ വെള്ളം കൂടി ഞാൻ എങ്ങനെ കഴുകുക പടച്ചോനെ? ഓ ഒക്കെ കൂടി ആലോചിച്ചിട്ട് എനിക്ക് ഭ്രാന്ത് വരുന്നുണ്ട്. ഈ നരകത്തൊന്നും ഒരു മോചനം ഇല്ലാന്നാ തോന്നണ എനിക്ക്. എന്നിട്ട് കഴുകിയിട്ട് വൃത്തിയായില്ലെങ്കിലോ അതിനും കുറ്റം പറയും. നീ ആ പണി ചെയ്ത് വൃത്തിയായില്ല, ഈ പണി ചെയ്ത് വൃത്തിയായില്ല. അത് ഈ പിശുക്കത്തരം കൊണ്ടാണെന്നുള്ളത് ചിന്തിക്കുന്നില്ല. അതോ ശത്രുക്കളും കൂടി ഇങ്ങനത്തെ ഒരു അവസ്ഥ കൊടുക്കല്ലേ റബ്ബേ. റുക്കിയാത്ത, ഷമീറ, ആ നിങ്ങളാണ്? എന്താന്നു? ലേശം പുളിയുണ്ടടി എടുക്കാന്. ആ ഉണ്ടെന്നും തരേ. നിങ്ങൾ ഇങ്ങോട്ട് കേറി. ഇല്ലടി കേറണില്ല. അവിടെ അടുപ്പത്ത് കൂട്ടാൻ താളിച്ചു വെച്ചിട്ടുണ്ടേ. നോക്കുമ്പോ പുളി കഴിഞ്ഞിക്കണു. ഇനി കടയിൽ പോയിട്ട് വാങ്ങാൻ നേരല്ല. അതാ പിന്നെ വേഗം ഇങ്ങോട്ട് വന്നത്. ആ ഞാനിപ്പോ എടുത്തിട്ട് വരാം. ആ ഇതാ. ആ കൊണ്ട. ഞാൻ നാളെ വാങ്ങിയിട്ട് തിരിച്ചു കൊണ്ടുവരാട്ടാ. നിങ്ങളത് തിരിച്ചിരൊന്നും വേണ്ടാന്നോ? ഇത്തിരി പുളി തന്നെയല്ലേ. ആരെടുത്തപ്പോ പുളി വർത്താനം പറഞ്ഞിട്ട് നിക്കണ്? സുബൈദയാണല്ലോ. എന്താ അവളുടെ കയ്യിലൊരു പൊതി? എന്തെങ്കിലും കൊണ്ടുവന്നേരാൻ വന്നതായിരിക്കോ? ഷമീറ, ഉമ്മ വിളിക്കണോന്നു. എന്താ നോക്കട്ടെ ടോളി. ആ പോയിട്ട് വാ. എന്താന്നോ? എന്തിനാ അവള് വന്നിക്കണ്? അത് ലേശം പുളി വാങ്ങിക്കാൻ വന്നതാ. പുളിയാ? എന്നിട്ട് കൊടുത്താ നീ? ആ നീ എന്തിനാടി വരുന്നവർക്കും പോണവർക്കും സാധനങ്ങൾ ദാനം ചെയ്യാൻ നിൽക്കുന്നത്? ഇവിടെ കൊട്ടക്ക നിൽക്കുന്ന നിർത്തി വെച്ചിരിക്കുക സാധനങ്ങള്. മാറി നിൽക്കാൻ വിടും. കാണിച്ചത് ഞാൻ വന്നിട്ട്. ഇതാരപ്പത് സുബൈദേ? എന്താണ് നീ പുറത്തേക്ക് നിൽക്കണെങ്കിട്ട് കേറ്. ഇല്ലാന്നു ഞാൻ പോകാൻ നോക്കട്ടെ. ഞാൻ ലേശം പുളി വാങ്ങാൻ വന്നതാണേ. ഇന്ന് അവിടെ മീൻ വാങ്ങിയിട്ടുണ്ടേ. അപ്പൊ ചാറ് വെക്കാൻ നോക്കുമ്പോ പുളിയില്ല. അപ്പൊ ലേശം വിളിന്ന് വാങ്ങട്ടെ പത്ത് വന്നതാണേ. ഏ അയിന് വന്നതാ? നീ ആ പുളി ഇങ്ങോട്ട് കാട്ടിക്ക. നീ ഒന്നും വിചാരിക്കണ്ടാട്ടോ സുബൈദ. ഇവിടെ മീന് വാങ്ങിയിട്ടുണ്ടേ. ആകെ ഈ പുളി മാത്രമേ ഉള്ളൂ ഇവിടെ. ആ പെണ്ണ് അതൊന്നും നോക്കാണ്ട് നിനക്ക് എടുത്തു തന്നതായിരിക്കും. ഇത് നിനക്ക് തന്നു പറഞ്ഞ നമ്മളെന്താ കാട്ടുക? അതുകൊണ്ടാണ് കേട്ടോ. നീ ഒന്നും വിചാരിക്കണ്ട. അത് സാരില്ലാന്നോ? അതൊന്നും കുഴപ്പമില്ല. വേറെ ഉണ്ടെങ്കിൽ തരായിരുന്നോ? ഇല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ആകെ തന്നെ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ലാന്നോ? എന്നാ ഞാൻ പോട്ടേട്ടോളി. ആ എന്നാ പോയിക്കോ. ഇങ്ങനെ ഉണ്ടാവോ പിശുക്കത്തരം? അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്ത വർഗങ്ങളെ തന്ന സാധനം തിരിച്ചു വാങ്ങിച്ചിരിക്കുക. ചെയ് ചേറ്റ. ഇല്ലാന്ന് പറഞ്ഞാണെങ്കിൽ പിന്നെയും കേൾക്കാൻ രസമുണ്ടായിരുന്നു. എങ്ങനെയാണ് ആ പെണ്ണൊക്കെ അതിൻ്റെ കൂടെ ജീവിക്കണത്? അത് നേരം വിളിച്ചാകുമ്പോ വരും ഓരോന്നിങ്ങനെ ഇറക്കാന്. വീട്ടിലെ സാധനങ്ങളൊന്നും വാങ്ങില്ലേണാവോ? അതിന് എങ്ങനെയാണ് ദാനം ചെയ്യാൻ ഇവിടെ ഒരു തിരിക്കണുണ്ടല്ലോ. ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇത്രയും പുളി അവള് കൊണ്ടുപോയിട്ടുണ്ടാവില്ലേ? ആരെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ ചോദിക്കാൻ വന്നാൽ ചോദിക്കുമ്പോഴേക്കും എടുത്തു കൊടുക്കണം കേട്ടോ. ചോദ്യം പറച്ചിലൊന്നും ഇല്ലാണ്ട്. അതിനെന്താണ്? ഒരു ലേശം പുളിയല്ലേ ചോദിച്ചുള്ളൂ, അല്ലാണ്ട് ഈ വീടിന്റെ ആധാരം ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. പുളിയാണെങ്കിൽ എന്താണ്? അത് വെറുതെ കിട്ടുവോ? ഞാനിപ്പോ കണ്ടതുകൊണ്ട് അത് തിരിച്ചു വാങ്ങി. അല്ലെങ്കിൽ ഇപ്പൊ അത് അവൾ കൊണ്ടുപോന്നെയല്ലേ. അത് നിങ്ങൾ തിരിച്ചും വാങ്ങിയോ? വാങ്ങാണ്ട്? അത് കാശ് കൊടുത്ത് വാങ്ങണതാണ്, അല്ലാണ്ട് വെറുതെ കിട്ടുന്നതല്ല. അയ്യേ, നിങ്ങളിത് എന്തിനു കൽപ്പിച്ചു കൂട്ടിയിട്ടാണ്? ഞാനിനി എങ്ങനെ അവര് മുഖത്ത് നോക്കുക? നാണക്കേട്. നീ നോക്കണ്ട, പിടുത്തം വിട്ടില്ലേ? ഉമ്മ, ഷമീറ, ഇതെന്താ ഇവിടെ ആരും ഇല്ലേ? ആ നിങ്ങൾ ഇവിടെ ഇരിക്കാണ്. ഇതെന്താണ് നീ വിളിച്ചു പറയാണ്ട് വന്നിക്കണ്? എന്താ ഇപ്പൊ വിളിച്ചു പറയാനുള്ളത്? വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ സ്പെഷ്യൽ ഒരുക്കൊന്നും ഇല്ലല്ലോ. ആ പരിപ്പ് കറിയും ചോറ് തന്നെയല്ലേ. എന്താ അത് കറണ്ട് ബില്ലൊക്കെ കയ്യിൽ പിടിച്ചിട്ട്? കറണ്ട് ബില്ല് എത്ര വന്നിക്കണ് നീ? കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാൾ 200 റുപ്യ കൂടിയൊക്കെയാണ്. പക്ഷെ എന്താ അത്? എന്റെ ഉമ്മ, കറണ്ട് ബില്ലാകുമ്പോ ഇത്തിരി കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ വരും. അതിന് ഇങ്ങനെയൊക്കെ കാട്ടാണ്ടോ? കൂടാനും മാത്രം എന്താ ഇവിടെ ഉപയോഗം തന്നെ ഞാൻ ചോദിക്കുന്നതേ. ഇതൊക്കെ അവള് കാരനാണ്. എന്താ അവള് 3 നേരം കറണ്ടാ തിന്നത്? അത് നിനക്കറിയാണ്ടാണ്. അവളിവിടെ ഓരോ സാധനങ്ങൾ ചെലവാക്കണേനെ കയ്യും കണക്കുമില്ല. എന്താ ഒരു ചെലവാക്കല അത്? ഇങ്ങനെ ഉണ്ടാകുവോ? എന്റെ ഈ 2 കണ്ണും എപ്പോഴും അവളുടെ പിന്നാലെ തന്നെ വേണം. കണ്ണ് തെറ്റിയാലേ തോന്നിയ പോലെയാണ്. എന്നാലും ഇതൊന്നും നിങ്ങൾ പിശുക്കാന്ന് സമ്മതിച്ചേരണ്ട. എനിക്ക് പിശുക്ക് തന്നെയാണ്. അങ്ങനെയൊക്കെ പിശുക്കിട്ട് തന്നെയാണ് നിന്നെ ഇവിടുന്ന് കെട്ടിച്ചു വിട്ടതും. അല്ലാന്നുണ്ടെങ്കിൽ നീ ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ പെൺമക്കളുള്ള എല്ലാവരും ഇങ്ങനെ പിശുക്കിയിട്ടല്ലേ മക്കളെ കെട്ടിച്ചു വിടുന്നത്. താത്ത എപ്പോഴാ വന്ന്? കൂട്ടം കേട്ടു ഞാൻ അങ്ങട്. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായിടി. എന്നാ ഞാൻ ചായ വെക്കട്ടെ. ചായ ഇപ്പോഴോ? എന്താ താത്ത കുടിച്ചിട്ടാ വന്ന്? ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. ആരാ പറഞ്ഞു? അല്ലടി, ഈ സമയത്ത് എന്താ ചായ? ചായ കുടിക്കാൻ സമയം ആവണല്ലേ ഉള്ളൂ. അതിന് ചായ കുടിക്കാൻ നേരം സമയമൊക്കെ ഉണ്ടോ? നീ വെച്ചോ, വെച്ചു കൊടുക്കും ഒരു ഗ്ലാസ്.
ആ ചായ വെച്ചിട്ടേ അതിലുള്ള ആ മട്ട് കളയാൻ നിൽക്കണ്ട, അത് അതിൽ തന്നെ ഇരുന്നോട്ടെ. 4 മണിക്ക് നമുക്ക് വെക്കുമ്പോൾ അതിൽ തന്നെ വെക്കാം ചായ. അത് ഇത് എന്ത് ചെറ്റിയത്? അങ്ങനെ ആരെങ്കിലും ചെയ്യോ? എന്താ ചെയ്യാണ്ട്? എല്ലാരും അങ്ങനെ തന്നെ ചെയ്യുക. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആരും ചെയ്യുന്നത്. നിങ്ങൾക്ക് ആദ്യം ഇത്രയ്ക്ക് വിശക്കുണ്ടായിരുന്നില്ലല്ലോ, പിന്നെ പിന്നെ കൂടി വരികയാണ്. നീ ഒന്ന് പോടി കടന്നിട്ട്, നിങ്ങൾക്ക് എല്ലാം തകഞ്ഞവര്. നീ ഒരു കാര്യം ചെയ്യ്, നമുക്കുള്ള ചായ ഇപ്പൊ തന്നെ അങ്ങോട്ട് വെച്ചോ. അപ്പൊ പിന്നെ 4 മണിക്ക് വേറെ വെക്കണ്ടല്ലോ. വേണ്ടിട്ട് നീ വെക്കാൻ നിൽക്കണ്ട. കുടിച്ചില്ലെങ്കിൽ ഇത്രയല്ലേ ഉള്ളൂ. എനിക്കൊന്നും വയ്യ ചേച്ചി കണക്ക് കേൾക്കാൻ. എന്തെന്നാലും താത്തമ്മ അങ്ങനെ ഉണ്ടാകും പിഷ്കത്തരം. എനിക്ക് മതിയാവണുണ്ട്. ഞാൻ എന്തായിട്ട് ചെയ്യണ്? അതിന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. ഇനി അത് മാറ്റാൻ പറ്റുമൊന്നുമില്ല. ഞാൻ കുടുങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ല താത്ത. ചൂടെടുത്തൊന്ന് ഫാനും കൂടി ഇടാൻ സമ്മതിക്കില്ലേ? കറണ്ട് ബില്ല് കൂടും പറഞ്ഞിട്ട്. ജനല് തുറന്നിട്ടിട്ട് കടന്നാൽ മതി, കാറ്റ് കിട്ടുംന്ന്. രാത്രിക്ക് എന്ത് വിശ്വസിച്ചിട്ട് താത്ത ജനലൊക്കെ തുറന്നിടുക? ആരെങ്കിലും വന്ന് എത്തി നോക്കി പറഞ്ഞ എന്താ ചെയ്യുക? ഇക്കും കൂടി ഇല്ലാത്തതല്ലേ ഇവിടെ. ഇത് എവിടേക്കാണ് അവ അങ്ങനെ വിശക്കിയിട്ടുണ്ടാക്കുന്നത്? എനിക്കറിയില്ല. ഇവിടെ ഒന്ന് ശ്വാസം വിടുന്നുണ്ടെങ്കിലും കൂടി ഇമ്മാന്റെ സമ്മതം വേണം. ഒരു തുള്ളി എണ്ണ എടുക്കാൻ പാടില്ല, ഒരു സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല, ഒരു തുള്ളി വെള്ളം അധികം എടുത്തു പറഞ്ഞ അതിന് കുറ്റം. എല്ലാം വന്ന് മുടക്കും. എന്താ അതിങ്ങനെ? ഇന്നാളില്ലേന്നും അപ്പുറത്തെ സുബൈദത്താത്ത ഏകദേശം പുളി വാങ്ങിക്കാൻ വന്നോട്ടോളേ. ഞാനത് എടുത്ത് കൊടുക്കുകയും ചെയ്തു. ഉമ്മല്ലേ അത് അറിഞ്ഞിട്ട് വേഗം പോയിട്ട് തിരിച്ചു വാങ്ങിക്കുക, ഇവിടെ വേറെ പുളി ഇല്ലാന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇവിടെ മീൻ വാങ്ങി പറഞ്ഞ് വറക്കാൻ സമ്മതിക്കില്ല താത്ത, എണ്ണ ചെലവാകും പറഞ്ഞിട്ട്. ആദ്യം ഇങ്ങനെ തന്നെ. ആദ്യം പിശുക്കൊക്കെ ഉണ്ട്, എന്നാലും ഇത്രയ്ക്കൊന്നുമില്ല. ഇപ്പൊ ഇത്തിരി കൂടിയൊക്കെയാണ്. എന്നാലും എന്താ ഈ തള്ളക്ക് വല്ല മാനസികം ഉണ്ടാണാവോ? അതൊക്കെ അതിന്റെ ലക്ഷണം തന്നെയാണ്. അല്ലാണ്ട് നോർമലായിട്ടുള്ള ആരും ഇങ്ങനെയൊന്നും കാണിക്കാൻ നിൽക്കില്ല. എന്താപ്പ ഞാൻ പറയതിനൊക്കെ. അതുപോലെ തന്നെ നമ്മൾ ഇന്നാള് ബാങ്കിലേക്ക് പോയേ പൈസന്റെ കാര്യത്തിനേ. പോകുമ്പോ നടന്നിട്ടാ പോയിട്ടോളി, അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പൊ നടന്നോ. ബാങ്കിലാണെങ്കിലോ പോരാ തിരക്കും. എന്നിട്ട് ബാങ്കിൽ നിന്ന് ഇറങ്ങുമ്പോ ഉച്ചയായിട്ടോളി. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, നമുക്ക് ഓട്ടോ വിളിച്ചിട്ട് പോകാൻ, നല്ല വെയിലല്ലേ, അപ്പൊ ഓട്ടോയിൽ പോകാൻ, ഈ വെയിലത്ത് നടക്കണ്ടാന്ന് പറഞ്ഞു. ഈ ഇമ്മല്ലേ ജന്മം ചെയ്ത ഓട്ടോ വിളിക്കാൻ സമ്മതിച്ചില്ലാന്നും, പൈസ പോണ്ടാന്ന് പറഞ്ഞിട്ടേ. എന്നിട്ട് അപ്പൊ ഒരു വെയിലത്ത് നടക്കന്നെ ചെയ്തു. എനിക്കാണെങ്കിലോ ആ വെയില് കൊണ്ടിട്ട് കണ്ണൊക്കെ പുകയാൻ തുടങ്ങി. അമ്മാതിരി വെയിലായിരുന്നേ. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, എന്തായാലും ഓട്ടോ ഒന്നും വിളിച്ച് കാശ് കളയുന്നില്ലല്ലോ, രണ്ടാൾക്ക് ഓരോ ലൈം ജ്യൂസ് കുടിച്ചിട്ട് പോകാന്ന് പറഞ്ഞപ്പോ ഉമ്മ ജന്മം ചെയ്താൽ സമ്മതിക്കില്ല. നാരങ്ങ വെള്ളം തന്നെയല്ലേ വീട്ടിൽ പോയിട്ട് കുടിക്കാന്ന്. എന്നിട്ടില്ലേ കുറച്ചൂരം നടന്നപ്പോഴേക്കും ഉമ്മ തലകറങ്ങി വീണു. അതാ എന്നിട്ടോ? എന്നിട്ട് ഇതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. പറയണ്ട പറഞ്ഞതാണ്. ഇതൊന്നും നിങ്ങൾ പോയി ചോദിക്കാൻ നിൽക്കണ്ടാട്ടോളേ. അല്ലാ, എന്നാ പിന്നെ എനിക്ക് ഇരിക്കണ്ട അവിടെ. എന്നിട്ട് വീണിട്ട് എന്തെങ്കിലും പറ്റിയാ? ഇല്ല, അപ്പോഴേക്ക് ആൾക്കാരൊക്കെ കൂടി ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിസ്സാരം ഒരു 30 ഉറുപ്പ്യ ഓട്ടോയ്ക്ക് കൊടുക്കാൻ മേടിച്ചിട്ടേ 500 ഉറുപ്പ്യാണ് അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കളഞ്ഞത്. വല്ല ആവശ്യം ഉണ്ടായിരുന്ന? എന്താ എന്നാലും നോക്കാ. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു എന്ന് അറിയൂലേ, പിശുക്കത്തരം കാണിച്ചിട്ട് ഇരട്ടി പൈസ ചെലവായതല്ലേ, അപ്പൊ അതിനൊക്കെ ഇത്തിരി മാറ്റം വന്നിട്ടുണ്ടാവും വിചാരിച്ചു. എവിടെ മാറുന്നു, കൂടുകയെ ചെയ്തത്. 500 ഉറുപ്പ്യ കളഞ്ഞു എന്ന് പറഞ്ഞിട്ടേ ഒരാഴ്ച അത് പറഞ്ഞുകൊണ്ട് നടക്കന്നെയായിരുന്നു. ഇരിക്കണോടത്തും കടക്കണോടത്തും തിന്നണോടത്തും കുടിക്കണോടത്തും ഒക്കെ ഈ 500 കൂട്ടം തന്നെയായിരുന്നു. ഞാൻ പറയണുമ്പോ എൻ്റെ അടുത്തേ, അത് സാരില്ല അമ്മ, 500 ഉറുപ്പ്യന്നല്ലേ പോട്ടേന്ന്. എവിടെ കേൾക്കണ്? ചിരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതല്ല താത്ത, ഞാൻ നിങ്ങളുടെ ഉമ്മാന്റെ കാര്യം പറഞ്ഞതാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് എന്തെങ്കിലും ഇതിന്നൊരു മോചനം ഉണ്ടാകുമോ? തോന്നണില്ല. ഉമ്മാന്റെ സ്വഭാവം അതന്നെയാണ്. ഇനി അത് മാറുന്നു എനിക്ക് തോന്നണില്ല. എന്നാലും എങ്ങനെ നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ 10-20 കൊല്ലമൊക്കെ കഴിഞ്ഞത്? അതൊന്നും പറയണ്ട, ഞാൻ ഓടി രക്ഷപ്പെട്ടതാണ്. നീ എന്താന്ന് ഞാൻ ചെയ്യാ? നീ ഒരു കാര്യം ചെയ്തോ, അതെന്തോ പറഞ്ഞുകൊണ്ട് പോട്ടെ വട്ട് നിനക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ നീ ചെയ്തോ. എന്നിട്ട് ചോദിക്കാൻ വരുമ്പോഴല്ലേ അപ്പൊ നല്ല കണക്കിന് അങ്ങോട്ട് പറഞ്ഞാൽ മതി. അപ്പൊ ചിലപ്പോൾ ചെറിയൊരു അയവൊക്കെ വരും. എനിക്ക് തോന്നണില്ല ഇതിന്റെ ഉള്ളിൽ കടന്ന് തീരാനായിരിക്കും എന്റെ വീതി. ഇതെന്താ ഇത് രണ്ടാളും കൂടി? കുറെ നേരമായല്ലോ സ്വകാര്യം പറച്ചില്. ആരാ ഫാൻ ഇട്ടത്? മര്യാദയ്ക്ക് അത് നിർത്തിക്കോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോയിട്ട് ആ മെയിൻ സ്വിച്ച് ഓഫ് ആക്കും.